ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വ്യൂസ്. നമ്മൾ സാധാരണ മൊബൈലിൽ നെറ്റ് വളരെ പെട്ടെന്ന് എല്ലാവർക്കും തീറുക എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആണ് നമ്മൾ എല്ലാവരും പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം യൂട്യൂബിൽ വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെയാണ്. യൂട്യൂബിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടാണ് നെറ്റ് പെട്ടെന്ന് തീരുന്നത്. പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോസ് കണ്ടുകൊണ്ടും നമുക്ക് നെറ്റ് തീരാറുണ്ട്. അങ്ങനത്തെ ഒരു പ്രോബ്ലം എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടങ്ങി ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നത്. ഞാനിവിടെ എൻ്റെ ചാനൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ അബീസ് വ്യൂസ് എന്നുള്ള ഈ ചാനൽ തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഒന്ന് നോക്കിയാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുന്നത് കണ്ടില്ലേ, ഓപ്പൺ ആവുകയാണ്. വീഡിയോ നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത്, സാധാരണ എങ്ങനെയാണ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ വിൻഡോ ആയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കാണുന്ന സമയത്ത് തന്നെ വീഡിയോസ് ഓരോന്നും ഓപ്പൺ ആയി വരികയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഇപ്പോഴും നിങ്ങളത് ഫേസ് ചെയ്യുന്നുണ്ടാവും. ഇത് കണ്ടില്ലേ, ജസ്റ്റ് ഞാനങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ താഴേക്കാൻ മാറ്റുമ്പോഴേക്ക് തന്നെ ഓരോ വീഡിയോയും ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം നമുക്ക് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള വീഡിയോ ആയിരിക്കും, ആവശ്യമില്ലാത്തതായിരിക്കും. ഇതൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്തേക്ക് തന്നെ വീഡിയോ റണ്ണായി തുടങ്ങുകയാണ്. ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് പരിഹരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുന്ന പ്രൊഫൈൽ ഐക്കൺ ഉണ്ട് താഴെയുള്ളത്, ആ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം മുകളിൽ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. ആ ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് ആണ് കാണുക. ഇവിടെ ഓൾവേസ് ഓണിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ വീഡിയോ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ഔട്ട് ചെയ്യുമ്പോഴേക്ക് ഓപ്പൺ ആവുന്നത്. അത് നമുക്ക് വൈഫൈ ഉള്ളിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വൈഫൈ ഉള്ള സമയത്ത് മാത്രമേ ഇതേ രീതിയിൽ വരുള്ളൂ. അപ്പോൾ വൈഫൈ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വന്നാലും നമുക്ക് നെറ്റ് തീരില്ലല്ലോ, അതുകൊണ്ട് അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും താഴെയുള്ള ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇതേപോലെ വീഡിയോസ്, നമുക്ക് അനാവശ്യമായിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ പ്ലേ ചെയ്ത് പോവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്തു വെക്കേണ്ടത് ഓഫിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. വൈഫൈ അല്ല, അതിൻ്റെ താഴെ വരുന്ന ഓൾവേസ് ഓൺ വൈഫൈ ഏറ്റവും താഴെയുള്ള ഓഫിലേക്ക് മാറ്റുക. ഇനി നമുക്കൊന്ന് ബാക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം അത് സെറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. അതിനായി നമ്മൾ ബാക്ക് ചെയ്തു. കണ്ടില്ലേ, ഇവിടെ തംബ്നെയിൽ കാണുന്നുണ്ട്. ആ തംബ്നെയിൽ ഇപ്പോൾ ഓട്ടോ ആയിട്ട് വർക്ക് ആവുന്നില്ല. തംബ്നെയിലിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ വീഡിയോ വർക്ക് ആവുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റിങ്സിൽ പോയി ജനറലിൽ പോയിട്ട് പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്.